ഫെഫ്കയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര തൊഴിലാളികളുടെ സംഗമം 2024 നടക്കുകയാണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ. ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ തൊഴിലാളികളും ഇവിടെ സംഗമത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ തൊഴിലാളികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുവെന്നാണ് ഈ സംഗമത്തിൻ്റെ പ്രത്യേകത. മോഹൻലാലാണ് സംഗമം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത്. നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ സംഗമത്തെ നോക്കി കാണുന്നത്? അപൂർവ സംഗമമല്ലേ, വലിയ ഒരു എന്തേലും എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യം മാത്രമേ ഇങ്ങനെ കൂടാറുള്ളൂ. അങ്ങനെ പ്രത്യാശ. ചേട്ടൻ ഒരു തൊഴിലാളിയായി വന്ന ഇപ്പോൾ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ നോക്കുമ്പോൾ ഈ ചെറിയ തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഇനി ഏർപ്പെടുത്തണമെന്നൊരു ഇതുണ്ടോ? ചെറിയ തൊഴിലെന്നല്ല, അത് എല്ലാം വളരെ സംഘടനാപരമായിട്ട് എല്ലാവരും സേഫായിട്ടുള്ളത് തന്നെയാണ്. എങ്കിൽ കൂട്ടുചേരുമ്പം സംഘടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് പരസ്പരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലുള്ള ഒരു പ്രത്യാശ. ഈ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? പരക്കെ ഉള്ളതല്ലേ, അപ്പോൾ അത് ഇങ്ങനെ കൂട്ടായിട്ട് ചെയ്യുന്നത് വലിയ കാര്യം. സിനിമ മേഖലയിലെ PRO പ്രതീഷ് ചേർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ PRO മേഖല ചലച്ചിത്ര തൊഴിലാളികളുടെ ഇടയിൽ വരുന്നതാണോ? പിന്നെ PRO ഇല്ലാതെ ചലച്ചിത്ര തൊഴിലാളികളില്ലല്ലോ. കാരണം ഇതൊരു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു മഹാസംഗമം തന്നെയാണ് ചലച്ചിത്ര തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. കാരണം അതിന് PROയിലെ എല്ലാ അംഗങ്ങളും ഏകദേശം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ചലച്ചിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് PROയുടെയും തൊഴിൽ. നിലവിൽ PRO മേഖല നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് സിനിമ മേഖലയിൽ? ഇതുവരെ നമ്മളായിട്ട് ഇപ്പം സിനിമാ മേഖലയിൽ പ്രതിസന്ധി എന്നുള്ള സംഭവങ്ങൾ എന്തെങ്കിലും നമ്മൾ ഉള്ളതിൽ വെച്ച് ജീവിച്ചു പോവുകയാണ് ഏറ്റവും വലിയ സംഭവം. അങ്ങനെ ഒരു പ്രതിസന്ധി നോക്കിയിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇന്നതും കൂടെ ചെയ്താൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നൊരു സംഭവം ഇല്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സിനിമയ്ക്ക് ഓരോ സിനിമയും ഓരോ കാഴ്ചപ്പാടിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഓരോ കഥകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമ്മൾ PR ചെയ്യുന്നവരും PR വർക്ക് ചെയ്താൽ മാത്രം മതിയായിരിക്കും. കാരണം എല്ലാത്തിനും ഒരേ പാറ്റേൺ ഇല്ലാതെ ആ സിനിമയ്ക്ക് അനുസരിച്ചുള്ള PR സംഭവം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
സിനിമയിൽ നമുക്ക് തീർച്ചയായിട്ടും ആരാധന തോന്നുന്ന നടന്മാരോടാണ് അവരെക്കാൾ കൂടുതൽ ഞാൻ ഇടപഴകിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സൗഹൃദമുണ്ടായിട്ടുള്ളതും എന്നെ ഒരുപാട് സഹായിച്ചതും ടെഫ്ക എന്ന് പറയുന്ന ഈ സംഘടന ഇതിനു മുമ്പ് വേറെ പേരായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഉണ്ടാകുന്ന നിങ്ങളെല്ലാവരുമാണ്. എനിക്ക് എല്ലാവരെയും പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഒരു സിനിമയുടെ വിജയത്തിൻ്റെ പിന്നിൽ സിനിമ വിജയിക്കുമ്പോൾ നടൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഡയറക്ടറുടെ പേരിൽ അറിയപ്പെടുമ്പോഴും അവർക്ക് താങ്ങായി ആ സിനിമയെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സിനിമയുടെ നെടും തൂണായി നിൽക്കുന്നത് ടെക്നീഷ്യൻസാണ്, അതിൽ വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സ്പെഷ്യലായി പറയുന്നില്ല, അത്രയും അധ്വാനവും അത്രയും ശ്രദ്ധയും അത്രയും എന്താ പറയുക ആത്മാർപ്പണവും ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത് ഒരുപാട് പേരെ പരിചയപ്പെടാനും ഇതിനും പറ്റിയിട്ടുണ്ട്. അത്തരം ഒരു കൂട്ടായ്മയിലേക്ക്, അവരുടെ ഒരു കൂട്ടായ്മയിലേക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്നെ വിളിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ പദ്ധതിക്ക് എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ സിനിമയ്ക്ക് വേണ്ടി അർപ്പണബോധത്തോട് വർക്ക് ചെയ്യുന്ന ഫെഫ്കയിലെ എല്ലാവരെയും കുറിച്ചുള്ള ഒരു നേർക്കാഴ്ചയുടെ വീഡിയോയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശ്വസിക്കുന്നു. രണ്ട് പ്രതിഭാസങ്ങൾ, കാലവും ചരിത്രവും. ഇന്നിവിടെ ചരിത്രം പുതിയ ഒരു ഏട് കുറിക്കുകയാണ്. ലോകത്തെവിടെയും സമാനമായ ഒരു പദ്ധതി ഉണ്ട് എന്ന് കരുതുക വയ്യ. ഇന്ത്യയിൽ തീർച്ചയായും ഇതിന് സമാനമായ മറ്റൊരു ആരോഗ്യ സുരക്ഷാ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല എന്നും നമുക്കുറപ്പുണ്ട്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഫെഫ്കയിലെ മുഴുവൻ അംഗങ്ങളെയും, അർഹതപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇന്നിവിടെ ആവിഷ്കരിക്കപ്പെടുകയാണ്. കാലവും ചരിത്രവും ഈ മഹനീയ സന്ദർഭത്തിന് സാക്ഷി നിൽക്കുന്നു എന്ന് തീർച്ചയായും നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഇന്ന് ഈ വലിയ ഹാളിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. ഫെഫ്കയുടെ ആരംഭകാലം ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് ആമുഖമായി സംസാരിക്കാൻ നിയോഗമുണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത് ആ ഹാളിൽ നമുക്ക് പരസ്പരം കേൾക്കാനാകും വിധം മുഴങ്ങിയിരുന്ന നെഞ്ചിടിപ്പിനെ കുറിച്ചാണ്. വലിയ ആശങ്കയുണ്ടായിരുന്നു, വലിയ അങ്കലാപ്പുണ്ടായിരുന്നു. കൃത്യമായ ദിശാബോധമില്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മലയാളത്തിലെ മുഴുവൻ സാങ്കേതിക പ്രവർത്തകരും ചലച്ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഒരുമിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് 2008 മുതൽ ആരംഭിച്ച ഒരു വലിയ പരിശ്രമമായിരുന്നു, വലിയൊരു യജ്ഞമായിരുന്നു. ആ യജ്ഞത്തിൻ്റെ ആദ്യ കാലഘട്ടം നമുക്ക് ഓർമ്മിക്കാം. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, ഒരുപാട് പോരാടേണ്ടി വന്നു, ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നു. പക്ഷേ ആത്യന്തികമായി ഇന്ത്യയിലെ മലയാളത്തിലെ അംഗീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ചലച്ചിത്ര സംഘടനയായി ഫെഫ്ക പിറവികൊള്ളുകയും ഈ കാലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു. ഇന്ന് നാം ഇവിടെ നിൽക്കുമ്പോൾ ഈ ഹാളിൽ മുഴങ്ങി കേൾക്കുന്നത് അങ്കലാപ്പിൻ്റെയോ ആശങ്കയുടെയോ നെഞ്ചെടുപ്പുകളല്ല. തീർച്ചയായും ആത്മവിശ്വാസത്തിൻ്റെ, അവകാശബോധത്തിൻ്റെ പേരിൽ ഒരുമിച്ചവരുടെ ആത്മധൈര്യത്തിൻ്റെ, ഒരുമിപ്പിൻ്റെ നെഞ്ചെടുപ്പുകളാണ്. അംഗസംഘടനകളുടെ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ എന്നിവരെ ആദരം.
തൊഴിലാളി സംഘമാണ്. ഇവിടെ നമുക്ക് വഴി കാട്ടിയവരെ കുറിച്ച് എൻ്റെ പ്രിയ സുഹൃത്തും ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റുമായ ശ്രീ രഞ്ജി പണിക്കർ പറയുകയുണ്ടായി. കൂടെ നിന്ന് കരുത്തു പകർന്ന, ധൈര്യം പകർന്ന, വീണു പോകുമ്പോൾ കൈ നിന്ന് സഹായിച്ച ഒരുപാട് മുഖങ്ങൾ എൻ്റെ മുമ്പിൽ. എല്ലാവർക്കും നന്ദി, സ്നേഹം. എനിക്ക് ഒരാളെ കൂടി ഇവിടെ സ്മരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഈ ദിവസം ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമ്മൾ ആ മഹാനായ മനുഷ്യസ്നേഹിക്ക്, നടന്, സംഘാടകന് വിടമൊഴി. ബഹുമാന്യനായ ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒപ്പുകയും 2008 ഫെഫ്ക എന്ന സംഘടന രൂപവൽക്കരിക്കപ്പെട്ടതിൻ്റെ പ്രാഥമികമായ യോഗം നടന്നത് എറണാകുളം PTH സരോവരം ഹോട്ടൽ. അന്ന് ഈ മുമ്പിലിരിക്കുന്ന ഒട്ടുമിക്കവാറും എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തു. 16 അംഗ സംഘടനകളായിരുന്നു അന്ന് ഫെഫ്ക. 900 ആളുകളായിരുന്നു ആദ്യ ഫെഫ്ക രൂപവൽക്കരിച്ചപ്പോൾ ആകെ 16 സംഘടനകളിലായി ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം 7 പേരെങ്കിലും വേണം. ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ രൂപീകരിക്കാൻ 6 ആളുകളെ എനിക്ക് കിട്ടിയുള്ളൂ. 7ാമനെ കാത്ത് മണിക്കൂറുകൾ ഞാൻ എറണാകുളം YMCയുടെ വരാന്തയിൽ നിന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 6:30 മണിയോട് അടുപ്പിച്ച് ഒരു ലോറി വന്ന് YMCയുടെ മുമ്പിൽ നിൽക്കുകയും അതിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങിയിട്ട് ആ 7ാമൻ ഞാനാണ് എന്ന് പറയുകയുണ്ടായി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ സോളമൻ ലോറിയിൽ നിന്ന് ഇറങ്ങി പിന്നെ എന്നെ ഇത്രയധികം ആഹ്ലാദിപ്പിച്ച ഒരു നിമിഷം പിന്നെ ഉണ്ടായിട്ടുണ്ട്. ആ യൂണിയൻ, അങ്ങനെ തുടങ്ങിയ യൂണിയൻ ഇന്ന് 550 പേരുള്ള ഫെഫ്കയുടെ ഏറ്റവും ശക്തമായ യൂണിയനായി തീർന്നു. സഹപ്രവർത്തകരിൽ ഒരാൾ മരിച്ചാൽ 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകുന്ന യൂണിയനായി ആ ഡ്രൈവേഴ്സ് യൂണിയൻ മാറി. 16 അംഗ സംഘടനകളിൽ തുടങ്ങിയ ഫെഫ്ക ഇന്ന് 21 സംഘടനകളുള്ള മഹാപ്രസ്ഥാനമാണ്. 900 പേരിൽ തുടങ്ങിയ ഫെഫ്ക ഇന്ന് 7500 പേരിൽ എത്തി നിൽക്കുന്ന മഹാപ്രസ്ഥാനമാണ്. ഇന്ന് ഈ ദിവസം മലയാള സിനിമ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഫെഫ്കയുടെ ഈ വളർച്ച ഞങ്ങളുടെ മാത്രം മിടുക്കുകൊണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ തൊഴിലാളിയുടെയും വിയർപ്പും കണ്ണീരും സ്വപ്നവുമാണ് ഫെഫ്ക. അതിന് ഞങ്ങളെ കൂടെ നിന്ന് സഹായിച്ച ആളുകളാണ് ഈ മുൻനിരയിൽ ഇരിക്കുന്നവർ. അത്രയും എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യമായി തൊഴിൽ കരാർ ഒപ്പിടാൻ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോയ ദിവസം 2008 പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ 21 പേരാണെന്ന് ചർച്ചയ്ക്കുണ്ടായത്. ഇപ്പുറത്ത് ഞാൻ മാത്രമല്ല. ബഹുമാനപ്പെട്ട സിയാദ് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു, രഞ്ജിത്ത് ഉണ്ടായിരുന്നു, രാകേഷ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സുരേഷ് കുമാർ. അറിയാലോ ഇവരൊക്കെ ആളുകളെന്നുള്ളത്. ഒരു തൊഴിൽ കരാർ ഇവരോട് ഒപ്പിടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര പരിപാടിയാണോ?
പക്ഷേ ഒറ്റയ്ക്ക് ഇവരുടെ മുമ്പിൽ ചെന്നുപെട്ട എന്നോട് ഏറ്റവും സൗഹാർദ്ദപൂർവ്വം സ്നേഹപൂർവ്വം അവർ പെരുമാറുകയും ഞാൻ പറയുന്നത് കേൾക്കുകയും 60% വേതന വർധനവ് തരികയും ചെയ്തു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു തൊഴിൽ കരാറിൽ 60% വേതന വർധനവ് നേടിയ ഒരു ട്രേഡ് യൂണിയൻ ഇല്ല. അതിന്റെ ക്രെഡിറ്റ് ഫെഫ്കയ്ക്കല്ല, എൻ്റെ നിർമ്മാതാക്കൾക്കാണ്, നിർമ്മാതാക്കൾ എൻ്റെ സുഹൃത്തുക്കൾക്കാണ്. നിങ്ങൾക്ക് ഞാൻ നന്ദി. ഫണ്ടിലേക്ക് ആദ്യമായി പുറത്തുനിന്ന് ഒരാൾ തരുന്നത്, ഒരു സംഭാവന തരുന്നത്, അദ്ദേഹം സംഭാവന എന്ന് ഞാൻ വിളിക്കുന്നില്ല, അതിനെയും ഞാൻ സ്നേഹമെന്ന് വിളിക്കുന്നു സർ. അദ്ദേഹം 10 ലക്ഷം രൂപ നൽകുന്നു. അദ്ദേഹത്തിന്റെ കൈ നല്ല ഐശ്വര്യമുള്ള കൈയാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. തുടർന്ന് ഫഹദ് ഫാസിൽ, ശ്രീമതി മഞ്ജു വാര്യർ, മമത മോഹൻദാസ്, പ്രിയപ്പെട്ട ഐശ്വര്യ ലക്ഷ്മി, ചാക്കോച്ചൻ, ടോവിനോ, അലൻസിയർ, സന്തോഷ് കീഴാക്കൽ, സൈജു കുറു, ഇങ്ങനെയുള്ള നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം സഹായവുമായി നമ്മളോടൊപ്പം വന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. 2 or 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഇങ്ങനെ എല്ലാം പറയുമ്പോൾ ഈ കടന്നു വന്ന നാൾവഴികൾ വളരെ സുഗമമാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകണ്ട. സൈബർ സ്പേസിന്റെ സുഖശീതളമയിൽ ഇരുന്നുകൊണ്ട് സ്ത്രീവാദം പറയുന്നവരല്ല ഞങ്ങൾ. ക്യാരവനകത്തിരുന്നുകൊണ്ട് ഫേസ്ബുക്കിലൂടെ സ്ത്രീ വിമോചന പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ തൊഴിലിടത്തിൽ ഇറങ്ങി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ആശങ്കകൾ അകറ്റുന്നവരാണ്. ഫെഫ്ക അടിസ്ഥാനപരമായും തൊഴിലാളി സംഘടനയാണ്. സ്ത്രീയും പുരുഷനും, പ്യുവർ സെക്സ്വാലിറ്റി, കറുപ്പും വെളുപ്പും, ഏതു മതവും ഏതും ജാതിയുമായിക്കോട്ടെ, അതെല്ലാം അവസാനം തൊഴിലാളി എന്ന ഒറ്റ സംവർഗത്തിൽ ഉള്ളൊതുങ്ങി ഒരു മഹാസ്വത്വമായി പരിണമിക്കുന്നു. അതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അഭിമാനിക്കുന്നു ഞങ്ങൾ തൊഴിലാളികളാണ് എന്ന് പറയുന്നത്. ഫെഫ്കയുടെ ഏറ്റവും വലിയ സംഭാവന 2008 ഞാനൊരു തൊഴിലാളിയാണ് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവർക്ക് ഇന്ന് തല ഉയർത്തി നിന്ന് നെഞ്ചു വിരിച്ച് പറയാം, അതെ ഞാനൊരു തൊഴിലാളിയാണ് എന്ന്. ഈ ഹാളിൽ ഇരിക്കുന്നവരെല്ലാവരും തൊഴിലാളികൾ. തൊഴിലാളികളുടെ ആ ആത്മാഭിമാനത്തിന്റെ പേരാണ് ഫെഫ്ക എന്ന്. ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളിൽ ആണ് ഫെഫ്ക ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. ഇതുവരെ ചെയ്തിരുന്നത് ഓരോ യൂണിയനും ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പ് ചെയ്യുന്നു. 7,000 ഉദാഹരണം പറഞ്ഞാൽ ഡയറക്ടേഴ്സ് യൂണിയൻ കഴിഞ്ഞ വർഷം അടച്ചത് ആളൊന്നിന് 8,500 രൂപയാണ്. എല്ലാവർക്കും നമസ്കാരം. ഉണ്ണികൃഷ്ണനെ പോലെ ഒരാളുടെ തീവ്രമായ ഒരു പ്രസംഗത്തിന് ശേഷം മൈക്കിലെത്തുന്ന ഒരാളുടെ ഗതികേട് നിങ്ങൾക്ക് മനസ്സിലാക്കാവും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഫെഫ്കയുടെ ചരിത്രത്തെക്കുറിച്ച്, ഫെഫ്കയുടെ സ്വപ്ന പദ്ധതിയായ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഇതിൽ കൂടുതൽ ലളിതമായിട്ട്, ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് വിശദീകരിക്കാൻ മറ്റാർക്കും കഴിയുകയില്ല. കാരണം ഈ സ്വപ്നം ആദ്യമായി കണ്ടത് ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അദ്ദേഹത്തോടൊപ്പം ഫെഫ്കയുടെ 21 അംഗസംഘടനകളുടെയും ഭാരവാഹികൾ സ്ഥാനമാനങ്ങളുടെ ഏറ്റക്കുറിച്ചുകൾ മാറ്റിവെച്ച് കൂടെ നിന്ന ഫെഫ്കയുടെ സാധാരണ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ സ്വപ്നം, ഫെഫ്കയുടെ നന്ദി, സ്നേഹം. ഇന്ന് ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എൻ്റെ മുമ്പിൽ നിരന്നിരിക്കുന്ന ഓരോരുത്തരും ഞാനുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ 38 വർഷക്കാലമായി ഞാൻ ഈ മലയാള സിനിമയിൽ നിലനിൽക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. സിനിമ എന്തെന്നറിയാതെ, അഭിനയം എന്തെന്നറിയാതെ,
സിനിമയിലേക്ക് വന്ന എന്നെ നിൽക്കാനും നടക്കാനും നോക്കാനും സംസാരിക്കാനും പഠിപ്പിച്ച സംവിധായകർ മുതൽ പ്രേക്ഷകരുടെ കയ്യടി എനിക്ക് നേടിത്തന്ന സംഭാഷണങ്ങൾ എഴുതിത്തന്ന തിരക്കഥാകൃത്തുകൾ, എന്നെ ഏറ്റവും നല്ല രീതിയിൽ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്ത ക്യാമറാമാൻ, മറ്റ് സഹപ്രവർത്തകർ, പല പല വേഷത്തിൽ എന്നെ അണിയിച്ചൊരുക്കിയിട്ടുള്ള മേക്കപ്പ് മാൻമാർ, എനിക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ തന്ന് എൻ്റെ കഥാപാത്രങ്ങൾക്ക് മിഴിവേകിയ വസ്ത്രാലങ്കാര വിദഗ്ധർ, അവരുടെ സഹായികൾ, എന്നെ സമയത്ത് ലൊക്കേഷനിലും ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലും എത്തിച്ചിട്ടുള്ള ഡ്രൈവർമാർ, പ്രൊഡക്ഷൻ മാനേജർമാർ, യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, യൂണിറ്റിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ ജോലി പ്രോപ്പറായ രീതിയിൽ ലൈറ്റ് ചെയ്യുക എന്നതാണെങ്കിൽ കൂടി ഞാനൊരു വെള്ളത്തിലേക്ക് ചാടുന്ന സീനുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാൻ എന്നെക്കാൾ മുമ്പേ അവർ വെള്ളത്തിൽ ചാടി ചേട്ടാ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് ചാടിക്കോളൂ എന്ന് പറഞ്ഞ് എന്നെ രണ്ട് കൈകളും കൊണ്ട് നടന്നിട്ടുള്ള യൂണിറ്റിലെ എൻ്റെ സഹോദരങ്ങൾ. എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്ക് ചായ തന്നിട്ടുള്ള പ്രൊഡക്ഷനിലെ എൻ്റെ സഹോദരങ്ങൾ. ഇവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ ബോയ്സിനും അറിയാം, ഞാൻ ആരോടും ഇന്നേവരെ ചായയോ വെള്ളമോ ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ എനിക്കത് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാലം എന്നോടൊപ്പം സിനിമയിൽ പ്രവർത്തിച്ച എൻ്റെ സഹോദരങ്ങളൊക്കെ സഹപ്രവർത്തകരാണ് ഇന്ന് ഈ സദസ്സിൽ എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. അത് നന്ദി എന്നൊരു വാക്കിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. ഇനിയും നിങ്ങളോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ കടപ്പാട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് എനിക്ക് അതിനുള്ളൊരു അവസരം അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു. ഇന്ന് ഫെഫ്കയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ്. ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ സംവിധായകൻ എൻ്റെ അടുത്ത സുഹൃത്തുമായ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ് എനിക്ക് പദ്ധതിയെക്കുറിച്ച് അറിയാമായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു സാക്ഷാത്കാരം നടന്ന ദിവസം. അപ്പോൾ അതിൻ്റെ ലോഗോ പ്രകാശനമാണ് ഈ പരിപാടിയിലെ അടുത്ത ഇനം. അസുഖം എന്ന് പറയുന്നത് ഒരു തെറ്റോ കുറ്റമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന് നമുക്ക് കിട്ടുന്ന ശിക്ഷയോ അല്ല. നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, നമ്മൾ മോഹിക്കാതെ, നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളിലേക്ക് കടന്നു വരുന്നതാണ് രോഗങ്ങൾ. ഒരാൾക്കൊരു അസുഖം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അയാളുടെ ജീവിത രീതിയെ കുറ്റപ്പെടുത്തി മറ്റുള്ളവർ സംസാരിച്ചു വന്നിരിക്കാം. പക്ഷേ എന്ത് ജീവിതശൈലികൾ നമ്മൾ ശീലിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് അസുഖങ്ങൾ കടന്നു വരും. അസുഖങ്ങൾ വരാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഒരു അസുഖവും വരാതിരിക്കാനുള്ള ഒരു മാർഗവും ഇന്നുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആർക്കും അസുഖങ്ങൾ വരരുത് എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. എന്നാലും അസുഖങ്ങൾ വരുന്ന ഒരുപാട് പേർ, അകാലത്തിൽ നമ്മളെ വിട്ടുപോയവർ, ഒട്ടും പ്രതീക്ഷിക്കാതെ ചില രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ, ഇവരെയൊക്കെ നമ്മുടെ ഓർമ്മയിൽ എന്നുമുണ്ട്. ഒരു അസുഖം വന്നാൽ മുമ്പ് നമ്മളൊരു ഗവൺമെൻറ് ആശുപത്രിയെ ആശ്രയിച്ചു. ഇന്നതല്ല. ഇന്ന് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോസ്പിറ്റലുകളാണ്. ഒരു രോഗം വന്ന ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അയാളുടെ രോഗം മൂർച്ഛിച്ച് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് അയാൾ മരിച്ചു പോയ അയാളുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുമ്പോൾ പോലും നമ്മൾ ആശുപത്രിയിൽ അടക്കേണ്ടി വരുന്നത് കോടികളാണ്. ഇപ്പോൾ നമ്മൾ വിട്ടുപോയ പല പ്രവർത്തകരുടെയും അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ അവസരത്തിലാണ് ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പ്രാതിനിധ്യം. സിനിമയിൽ ജോലി ചെയ്യുന്ന പലർക്കും ചിലപ്പോൾ ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഒരു സംഖ്യ മുടക്കാൻ സാധിച്ചൊന്നും വരില്ല. അവരുടെ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നതിനിടയിൽ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും സ്വന്തം കാര്യത്തിനായിരിക്കും. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയുള്ള പ്രീമിയം അടയ്ക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. സിയാദ് കോക്കർ, രാകേഷ്, എം രഞ്ജിത്ത്, ബി രാകേഷ്, കൂടാതെ ശ്രീ മോഹൻലാൽ ആൻഡ് ശ്രീമതി ഉർവശി. ബഹുമാനപ്പെട്ട ഈ ലോക പ്രകാശനത്തിനായി ഞാനിവിടെ വേദിയിലേക്ക്
ദിവസം ആശംസിക്കുന്നു. വളരെ മനോഹരമായ ഉദ്ഘാടന ചടങ്ങാണ് ഞാൻ കണ്ടത്. പക്ഷെ പെട്ടെന്ന് വല്ലാത്തൊരു എന്താ പറയുക വികാരധീരനായി. കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ ഏതാണ്ട് 45 വർഷമായി സിനിമയിലുള്ള ആളാണ്. ഏതാണ്ട് അത്രയും വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ്. അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചു. അവരുമായി എല്ലാം അറിയിക്കുകയും അവരുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മലയാള സിനിമ കുറേ കാലം, വലിയ കാലം മദ്രാസിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത്. ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് സിനിമയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാനിരിക്കുമ്പോൾ ഇതിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഞാൻ കണ്ടു. അവർക്കാർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടില്ല. കാര്യം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയാം. അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ആ പ്രസ്ഥാനം ഇല്ലാത്തൊരു പ്രസ്ഥാനം. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. പണ്ട് മദ്രാസിലുള്ള സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടാകാറില്ല. പലപ്പോഴും ഇത്തരത്തിൽ സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്ക് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അവരെ സഹായിക്കാൻ ഞങ്ങൾക്കൊക്കെ കഴിയുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് സംഘടനകൾ. പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലപ്പോഴും വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? പക്ഷെ അങ്ങനെയല്ല. കൃഷ്ണൻ സിംഗ് പറഞ്ഞ പോലെ ഇത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രട്ടേണിറ്റിക്ക് വേണ്ടിയാണ് ബോധം. ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലെ ആൾക്കാരെ എനിക്കൊന്നും വരികില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്നത് ശരിയല്ല. ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് എൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ. മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ ഇത്ര ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റുന്ന തൊഴിലാണ് സാർ. ഇവിടെ അങ്ങനെ വലിയ റിട്ടയർമെൻ്റ് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ടേഴ്സിനായാലും എല്ലാവർക്കും ആരോഗ്യമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് തീർച്ചയായിട്ടും എല്ലാവരും പദ്ധതിയിൽ ചേരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഇനി നല്ല ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം, സംഘബോധം, സമർപ്പണം. ഇത് വലിയ കാര്യമാണ്. എല്ലാ പ്രസ്ഥാനത്തിനും വേണ്ടതാണ്. എല്ലാ പ്രൊഫഷണലും വേണ്ടതാണ്. അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ സിദ്ദിഖ് പറഞ്ഞ പോലെ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന വലിയ കൂട്ടായ്മയാണ് ഈ സംഘടന. ഒരുപക്ഷെ ഇന്ത്യയിലെ ഇത്തരം സംഘടന വേറെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടന നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെക്കുറിച്ചും നമ്മുടെ സിനിമകളെക്കുറിച്ചും അവർക്കുള്ള മതിപ്പ് നമ്മുടെ ഇടയിൽ പലർക്കുമില്ലെങ്കിലും മറ്റു ഭാഷയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനയെക്കുറിച്ചും വലിയ മതിപ്പാണ്. ആ മതിപ്പ് കളയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ മാറട്ടെ. എല്ലാവരും അതിന് വേണ്ടി ശ്രമിക്കുക. മഹത്തായ ഈ സംഘടനത്തിന് വലിയ ആശംസകൾ നേരുന്നു. കൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സംഭാവനയായ ആ ഒരു തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കാനുള്ള ഒരു കാര്യവും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥന. എല്ലാവർക്കും വളരെ മനോഹരമായ ദിവസം കൂടി ആശംസിക്കുന്നു. നമസ്കാരം. ഞാൻ കുറേ കാലമായിട്ട് വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് പോയിട്ട്. കാരണം പണ്ട് ഷൂട്ടിങ്ങിന് സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തേക്കും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ. ഞാൻ വെളുപ്പിന് എണീറ്റ് പോവുക. ബിപിയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിനെ ചാടി എണീറ്റ് പണ്ടത്തെ പോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല. പക്ഷെ ഇന്ന് വെളുപ്പിനെ എണീറ്റാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളുടെ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ് വന്നൊരു ചടങ്ങായിരുന്നു. എത്ര നേരത്തെ വേണമെങ്കിലും വന്നിവിടെ കുത്തിയിരിക്കാൻ എനിക്കൊരു മടിയില്ല. കാരണം
ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിൻ്റെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പണ്ടൊന്നും ബ്രേക്കില്ല മലയാളത്തിൽ, 90% ഉണ്ടാവത്തില്ല. വിശന്നിരിക്കും. ലാലേട്ടനെ പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ലാസ്യരാമൻ്റെയൊക്കെ ഷൂട്ടിങ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല സീനുകൾ, ഇമോഷണലായിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ ലാലേട്ട വിശന്നിരുന്നു. ലാലേട്ട എനിക്ക് തല കറങ്ങി, ഞാനിപ്പോൾ വീഴും. പതുക്കെ പ്രൊഡക്ഷനിലാണ് വിളിച്ചൊരു കാരിയറിൻ്റെ ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരി മാങ്ങാക്കറി എല്ലാം കൂടിയിട്ട് ഇളക്കി ഒരു സ്പൂണിട്ട് കൊടുക്കാൻ പറയും. എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി വെയിലത്ത് നിൽക്കാതെ ഒരു കുട മറച്ച് കയറ്റി ക്യാമറ അസിസ്റ്റൻസ് ഒരു കുട തരും. അല്ലാതെ കസേരയും അങ്ങനെ കുടയൊന്നും ഇല്ല. അല്ലെങ്കിൽ 2-3 കാണും ഇവിടെ ആരെങ്കിലും ഇരിക്കുക. ആർട്ടിസ്റ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ കല്ലിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറിയിരിക്കാം. അത് കൊണ്ടുവന്ന് തരും. അങ്ങോട്ട് ഒളിച്ച് നിന്ന് വേഗം കഴിക്കുക. ഞാൻ എപ്പോഴും ഓർക്കും അത്. 40 വർഷം അവർ വിളമ്പി തന്ന ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണ കാര്യമാണ്. അതുപോലെ ഇവിടുത്തെ സാധ്യതകൾ, സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ്. വണ്ടി കയറി ഇരുന്ന ഉടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താ, ദേഷ്യമുള്ളതാണോ, അല്ല പ്രൊഡ്യൂസർ എങ്ങനെ, ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും. അങ്ങനെ ധൈര്യമായിട്ട് പോയി ലൊക്കേഷനിൽ ഇറങ്ങാം. വേഗം റെഡിയാവുന്ന ആളാണ്, ഒരു ദിവസം ഇത്രയും സീൻ എടുക്കുന്ന ആളാണെന്നൊക്കെ പുതിയതായിട്ട് എനിക്ക് അറിയത്തില്ല. അന്നത്തെ ഡയറക്ടർക്ക് അധ്യാപകരെ പോലെയാണ് നിങ്ങൾ കണ്ടിരുന്നത്. അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ടിക്കറ്റില്ലാതെ സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടായിരുന്നത്. അങ്ങനെ കൊണ്ടുവന്നാക്കുന്നത് വരെ അവരാണ്. പിന്നെ പ്രൊഡക്ഷൻ ഓഫീസേഴ്സ് അവരും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ് മാൻ തുടങ്ങിയ അന്നത്തെ ശങ്കരേട്ടനെ പോലെയുള്ള എത്രയോ മേക്കപ്പ് മാന്മാർ. ആരെയും മറക്കാൻ പറ്റും. പലരെയും എൻ്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കുകയും പല മേക്കപ്പ്മാരെയും മനസ്സുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യാൻ ഞാൻ ഇപ്പോഴും. എന്തായാലും ഇങ്ങനെ ഒരു സംഗമത്തിൽ എന്നെ ഓർമ്മിച്ച് വിളിച്ചതിന് ബഹുമാനപ്പെട്ട ഡി ഉണ്ണികൃഷ്ണനോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. കാരണം വരേണ്ടത് ഇവിടെയാണ്. ഞാൻ അവരുടെയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. കൂടുതൽ പറയേണ്ട കാര്യമില്ല, അവർക്കൊക്കെ ഇപ്പോഴും അറിയാം. അപ്പോൾ ഇവിടെ ഒന്ന് വരണം, ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നുള്ള മനസ്സിൻ്റെ വലിയൊരു ആഗ്രഹം. അത് സാധിച്ചു. എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഒരിക്കൽ പോലും എൻ്റെ അടുത്തൊരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ആവശ്യപ്പെട്ടിട്ടേയില്ല ഉണ്ണികൃഷ്ണൻ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സംഗതി തന്നാലായ ഒരു തുള്ളിക്കമ്പകൽ ഞാൻ തന്നേന് കേട്ടോ, തരുമായിരുന്നെന്ന് പറയുകയാണ്. ഇനിയും അതുണ്ടാവും തീർച്ചയായിട്ടും. ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഇപ്പം ഞാൻ പോകാതായിട്ട് കുറേ കാലം അത്തരം ചടങ്ങുകളിൽ പലരും പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പണ്ടൊന്നും അങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷേ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഫെഫ്കയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല. അതിൽ നിന്ന് കിട്ടുന്ന വേതനം എന്തായാലും അത് ഞാനിവിടെ എത്തിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയുന്നു. ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, ഒരിക്കലും ആർക്കും അത് പ്രയോജനപ്പെടുത്താൻ ഇടവരാതെ ഇരിക്കട്ടെ. ആരും അസുഖബാധിതരായി കിടക്കാതിരിക്കട്ടെ. അധ്വാനിക്കുന്ന വിഭാഗമാണ്, അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ. അവരുടെ കുടുംബവും നല്ല രീതിയിൽ പോകട്ടെ. എങ്കിലും ഈ ഫണ്ട് എക്കാലവും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ്. അതിന് ഇനിയും ധാരാളം ഫണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമസ്കാരം.